നമസ്കാരം. 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വരുന്ന നവംബർ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം നിലവിലത്തെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിലൊരു ഉയർച്ചയും കൈവരിക്കാൻ സാധിക്കുന്ന ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്. ഈയൊരു ഫലം നിലവിലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റുന്നതിനോടൊപ്പം ഇനി എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല, ഇനിയൊരു ഉയർച്ചയില്ല എന്നു കരുതിയിരുന്ന നിങ്ങളുടെ മനസ്സിലെ ആ ചിന്തയെ തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിലവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രയധികം വലുതാണ്. ആ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി മുന്നോട്ടും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു ഉയർച്ച എനിക്കുണ്ടാകുമോ, മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ അവസ്ഥയ്ക്കാണ് ഈ വരുന്ന നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ഒരു മാറ്റം വരാൻ പോകുന്നത്. ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട പ്രശ്ന ദുരിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇനി മുന്നോട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം ലഭിക്കുമോ എന്നൊക്കെ പല ആശയക്കുഴപ്പങ്ങളാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. മറ്റു ചിലരാണെങ്കിലോ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥ. ഇപ്പോഴത്തെ പ്രശ്നഫലം പറയുകയാണെങ്കിൽ നിലവിലത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ദുരിത ദുഃഖങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അടുത്ത ദിവസമാണ് സെപ്റ്റംബർ 7 വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വരുന്ന നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് എന്തൊക്കെ ശുഭകാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് ഇന്നത്തെ പ്രശ്ന ചിന്തനത്തിലൂടെ ലഭിച്ച ഫലം വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോജനത്തിലൂടെ വളരെയധികം മാറ്റങ്ങളാണ് 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വരുന്ന നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുന്നത്. സൂര്യചന്ദ്ര സംയോഗത്തിലൂടെ വ്യതിപത യോഗം രൂപം കൊണ്ടിരിക്കുകയാണ്. ഇത് 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള ഏതാഗ്രഹവും ഒരു നിമിഷ നേരം കൊണ്ട് സാധിച്ചു കിട്ടാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന യോഗം തന്നെ എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമല്ല, സാമ്പത്തിക ഉയർച്ച കൈവരിക്കുന്നതിനും സഹായിക്കുന്ന ഒരു യോഗമാണ്. ഇത് ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന ഒരു ഭാഗ്യയോഗം കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. വേദജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ വ്യതിപത യോഗം എല്ലാ നക്ഷത്രക്കാരെയും സ്വാധീനിക്കുമെങ്കിലും 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് കൂടുതൽ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ജീവിതത്തിൽ നല്ലതൊക്കെ നടക്കും എന്നുള്ള ഒരു വെളിച്ചം പകരാനും വ്യതിപത യോഗത്തിന് സാധിക്കും. കാരണം തിളങ്ങി പ്രകാശം പരത്തി നിൽക്കുന്ന ഇരു ഗ്രഹങ്ങളായ സൂര്യനും ചന്ദ്രനും ചേർന്ന് സൃഷ്ടിക്കുന്നതാണ് ഈ യോഗം. ഇത് നവംബർ 7 വെള്ളിയാഴ്ച മുതൽ 3 രാശിയിൽ ജനിച്ച 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല. ആ 9 നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വ്യതിപതയോഗ ഫലമായി വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം. അധ്യായത്തിലേക്ക് കടക്കാം. ആദ്യമായി തുലാം രാശി, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹത്തെയും നിമിഷ നേരം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് ഈ മഹായോഗഫലമായി വന്നു ചേരുന്നത്.
തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുറേ കാലമായി നടന്നു വരുന്ന വിഷമ ദുഃഖങ്ങളുടെ ഒരു തുടർക്കഥ തന്നെയായിരിക്കും ഇനിയും മുന്നോട്ടുള്ള ജീവിതം എന്നാണ് നിങ്ങൾ കണക്കുകൂട്ടി മുൻവിധിയോടുകൂടി കരുതി വച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ കുടുംബ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാണ് ഇവരെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും, അതായത് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ധനനഷ്ടവും കാര്യതടസ്സവും മാനസികമായി നിങ്ങളെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളുമാണ് സംഭവിക്കുന്നത്. അങ്ങനെ പല വിധത്തിലും നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു വിധത്തിലും മുന്നോട്ടൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് പോലും തുലാം രാശിക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ തുലാം രാശിക്കാരായ ഈ 3 നക്ഷത്രക്കാർക്കും ഈ നവംബർ 7 വെള്ളിയാഴ്ച ദിവസം വ്യതിപത യോഗം വന്നു ചേരുന്നതിനാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താഗതിയെ തന്നെ തിരുത്തി കുറിക്കുന്ന തരത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു പുതുജീവൻ നിങ്ങൾക്ക് നൽകുന്ന തരത്തിലെ ഭാഗ്യഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ ഒരു പരിഹാരം കാണുവാനും അത് പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ മാനസിക സംഘർഷത്തിൽ നിന്നും മുക്തി നേടുവാനുമുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. തുലാം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരും. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന, സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായാൽ മുതിർന്നവരുടെ മാർഗനിർദ്ദേശം തേടുന്നത് നല്ലതാണ്. പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് അത് സഹായിക്കും. കൂടാതെ തൊഴിൽ ചെയ്യുന്ന മേഖലയിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ശമ്പള കുടിശ്ശികയൊക്കെ ഉടൻ തന്നെ തീർത്തു കിട്ടും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് നല്ല സമയം. കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം നിലനിൽക്കും. കുട്ടികളില്ലാതെ വിഷമിച്ച ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും പറയപ്പെടുന്നു. കൂടാതെ ആരോഗ്യപരമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടാകും. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും അത് ഭംഗിയായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനും കടം വാങ്ങിയ പണം തിരികെ നൽകാനും ഇനി സാധിക്കും. ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ തുലാം രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. നവംബർ 7 വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കും. അടുത്തത് ഈ വരുന്ന നവംബർ മാസം 7 വെള്ളിയാഴ്ച ദിവസം വ്യതിപത യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലെ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരൻ രാശിക്കാരായ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജീവിതത്തിൽ അനുകൂലകരമായ ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കുറേ കാലമായി നിലനിൽക്കുന്നത്. അതായത് എപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളും ദുഃഖവും അല്ലാതെ സന്തോഷകരമായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. ആർക്കെന്ത് നല്ലത് ചെയ്താലും തിരിച്ച് ഉപദ്രവമായി വരുന്ന അവസ്ഥ. നല്ലത് ചെയ്താലും തിരിച്ചു കിട്ടുന്ന പ്രതിഫലമെന്ന് പറയുന്നത് കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും തന്നെ. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നുമാണ്. കുറച്ചു നാളുകളായി സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയുന്നതാണ് സത്യം. പ്രതിസന്ധികൾ ഓരോന്നും ഓരോ ദിവസവും വർദ്ധിക്കുന്നതിനാൽ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ചത്.
എന്ത് കാര്യത്തിനിറങ്ങിയാലും തോറ്റുപോകും എന്ന് കരുതി എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരു പ്രവണതയാണ് നിങ്ങളിൽ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നുമാണ് മകരൻ രാശിക്കാർക്ക് ഈ വരുന്ന നവംബർ 7 മുതൽ മാറ്റം വരാൻ പോകുന്നത്. മകരൻ രാശിക്കാർക്ക് ഈ ദിവസം വ്യതിപതയോഗ ഫലമായി പലവിധ അനുകൂല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും യോഗം കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറാനുള്ള യോഗമാണ് വ്യതിപത യോഗത്താൽ വന്നു ചേർന്നിരിക്കുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാനും അതുവഴി വലിയ നേട്ടങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായുള്ള നേട്ടങ്ങൾ വന്നു ചേരാനും കാരണമാകും. അതിനാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യുക. അതുവഴി സാമ്പത്തിക നേട്ടം വന്നു ചേരാനും നിലവിലെ അവസ്ഥയിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്താനും മകരൻ രാശിക്കാർക്ക് സാധിക്കും. ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അത് നിങ്ങളുടെ ജീവിത വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാകും. ഈ ഒരു സമയം കുടുംബാംഗങ്ങളുമൊത്ത് ദീർഘദൂര യാത്രകൾ പോകാനും മാനസിക ഉല്ലാസം നൽകുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനും യോഗം കാണുന്നു. കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ ഒരു യോഗമായി, അതായത് ഈ നവംബർ 7 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് കരുതുക. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉടൻ തന്നെ മോചനം ലഭിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ മുന്നോട്ടൊരു പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന മകരൻ രാശിക്കാരുടെ ഈ ഒരു അവസ്ഥയ്ക്കാണ് മാറ്റം വന്നു ചേരാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും അതിൽ വിജയം കണ്ടെത്താനും ഇതുവരെ അനുഭവിച്ച നഷ്ടങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരാനും സമയം അനുകൂലമാകുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്. വ്യതിപത യോഗ ഫലമായി നവംബർ 7 വെള്ളിയാഴ്ച ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർ. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഫലപ്രദമായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമായിട്ടാണ് ഈ ഒരു യോഗ ഫലമായി കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവൻ രാശിക്കാരായ വ്യക്തികൾ ചെയ്യാത്ത തെറ്റിന് മനസ്സിന് മുറിവേറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയ ഒരു വിഷമം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. മനസ്സ് താങ്ങാവുന്നതിൻ്റെ അപ്പുറം നീറുന്നുണ്ടെങ്കിലും പുറമെ ഒരു പുഞ്ചിരിയുടെ മറയാൽ നിങ്ങൾ എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണിപ്പോൾ. മനസ്സ് തുറന്ന് എല്ലാം പങ്കുവയ്ക്കാനോ നിങ്ങളെയൊന്നു കേൾക്കാനോ കൂടെ ആരുമില്ലാത്ത അവസ്ഥ. എന്നിരുന്നാലും ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരയ്ക്കടുപ്പിക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ വെറുതെയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. അതായത് സ്വന്തം പരിശ്രമത്തിലൂടെ എന്തെങ്കിലുമൊക്കെ വിജയം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ കാലുകൾ ഇടറി വീണ്ടും താഴേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന അവസ്ഥ. ഇത് സാമ്പത്തികവും അതുപോലെ മറ്റ് കാര്യങ്ങളിലും എല്ലാം ഇങ്ങനെ തന്നെയുള്ളൊരവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ല, ഇനി തൊഴിൽപരമായിട്ടോ അല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് നിലവിൽ കുറേ നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് വിപരീതമായിട്ട് നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നവംബർ 7 വെള്ളിയാഴ്ച ദിവസം വലിയ ഭാഗ്യകരമായിട്ടുള്ളൊരു യോഗം, അതായത് വ്യതിപത യോഗ ഫലം നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുണകരമായ സംയോജനം മൂലം രൂപപ്പെടുന്ന വ്യതിപത യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ,
പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകി പുതുജീവൻ നൽകുന്ന തരത്തിൽ തന്നെയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വ്യക്തി കൂടെ കടന്നു വരും. അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നർത്ഥം. ഇനി പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. കൂടാതെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല ജോലികളും പുനരാരംഭിക്കാനും അതിലെ പ്രശ്നം പരിഹരിച്ച് അത് ഭംഗിയായി പൂർത്തിയാക്കാനും അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ മികച്ച മാറ്റം നിങ്ങളെ തേടിയെത്തും. ഇതുവരെ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ശാരീരികമായി അനുഭവപ്പെട്ടിരുന്ന രോഗാവസ്ഥകളിൽ നിന്നും ആശ്വാസം നേടാനും സാധിക്കുന്ന, അതായത് ഇതുവരെ കുറേ രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ശാരീരികമായും മാനസികമായും നിങ്ങൾ അനുഭവിച്ചിരുന്നു. അതിനു വേണ്ട ചികിത്സകൾ നടത്തിയിട്ട് പോലും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ ആ ഒരു സ്ഥിതിവിശേഷം മാറാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾക്കൊക്കെ മരുന്നുകൊണ്ടും അല്ലെങ്കിൽ മന്ത്രം കൊണ്ടോ ഒക്കെ അതിനെ ഭേദമാക്കാൻ സാധിക്കുന്ന, പൂർണ്ണമായും നിങ്ങളിൽ നിന്നും വിട്ടുമാറ്റാൻ സാധിക്കുന്ന ഒരു ഫലമാണ് വ്യതിപത യോഗഫലമായി വന്നു ചേരാൻ പോകുന്നത്. മന്ത്രമെന്ന് പറഞ്ഞത് നിങ്ങളുടെ അകമഴിഞ്ഞ ഇഷ്ടദൈവത്തിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന രീതിയിലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന രീതിയിലുമുള്ള നേട്ടഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ഇനി നടക്കും. സാമ്പത്തിക കാര്യത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി നേട്ടം പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ ഇനി തേടിയെത്തും. അതിനാൽ ഇനിയുള്ള ദിവസം, അതായത് ഈ വരുന്ന നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇഷ്ടദൈവമാരാണോ ആ ദൈവത്തെ ക്ഷേത്രത്തിൽ ചെന്ന് നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാം കൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന, എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടുന്ന സമയം ആരംഭിക്കുന്നു. എല്ലാവരും ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. ജീവിതം രക്ഷപ്പെടും. നന്ദി, നമസ്കാരം, ശിവോഹം.